നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് റൂഫ് വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ചാണ്. റൂഫ് വാട്ടർ പ്രൂഫിംഗ് എപ്പോഴാണ് ചെയ്യേണ്ടത്? അതൊരു ലളിതമായ ഉത്തരമല്ല. കാരണം റൂഫ് വാട്ടർ പ്രൂഫിംഗ് ഏറ്റവും ചെലവ് കുറവിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും. റൂഫ് വാട്ടർ പ്രൂഫിംഗ് പല ഘട്ടങ്ങളിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന് എന്ന് പറയുന്നത് നിർമ്മാണ സമയത്ത് തന്നെ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള റൂഫ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിന് കോൺക്രീറ്റ് റൂഫിന് ആവശ്യമായിട്ടുള്ള സ്ലോപ്പ് കോൺക്രീറ്റിങ്ങിൽ തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന പ്ലാസ്റ്റർ വളരെയധികം സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിൽ അഡ്മിക്സേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ റൂഫ് സ്ലാബിന് വേണ്ടി കാസ്റ്റ് ചെയ്യുന്ന സ്ലാബിലും നമ്മൾ അതിന് മുകളിൽ ചെയ്യുന്ന പ്ലാസ്റ്ററിലും നമുക്ക് ചില അഡ്മിക്സേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് റൂഫ് സ്ലാബിനും പ്ലാസ്റ്ററിനും നല്ല സ്ട്രെങ്ത് കിട്ടും. മറ്റൊന്ന്, വെള്ളം ഒഴുകി പോകാനുള്ള അനുയോജ്യമായിട്ടുള്ള ഡ്രെയിനേജ് സ്പോട്ടുകൾ ആവശ്യത്തിന് എണ്ണത്തിനും ആവശ്യത്തിന് അളവുകളിൽ വലിപ്പത്തിലും കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ റൂഫ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക നിർമ്മാണ സമയത്ത് തന്നെയാണ്. അത് തന്നെ റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പ് മദർ സ്ലാബിന്റെ മുകളിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുകയാണെങ്കിൽ 10 കൊല്ലത്തെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ഒരു 30 രൂപയിൽ താഴെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 40 രൂപയിൽ താഴെ ചെയ്യാൻ പറ്റും. റൂഫ് വാട്ടർ പ്രൂഫിംഗ് വീട് പണി കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഒരു സിനാറിയോ ആണ്. എന്ന് വെച്ചാൽ വീട് പണി കഴിഞ്ഞിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടോ 10 കൊല്ലം കഴിഞ്ഞിട്ടോ ചെയ്യാം. ഒന്നുകിൽ ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല, ലീക്കേജ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സർഫസ് നിർമ്മാണ സമയത്തിന് ശേഷം പുതുതായിട്ട് ഉണ്ടായിരുന്ന ഒരു സർഫസ് ആയിരിക്കില്ല. പ്ലാസ്റ്ററിൽ ഡാമേജുകൾ ഉണ്ടായിരിക്കാം, ക്രാക്കുകൾ ഉണ്ടായിരിക്കാം, പൊള്ളച്ച പ്ലാസ്റ്ററുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പ്ലാസ്റ്ററിന് പൊള്ളപ്പുണ്ടെങ്കിൽ ആ പൊള്ളപ്പുകൾ നമ്മൾ റിമൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് സർഫസിനെ ആരോഗ്യകരമായ ഒരു സർഫസ് ആക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിർമ്മാണ സമയത്ത് തന്നെ ചെയ്യുന്ന വാട്ടർ പ്രൂഫിങ്ങിനേക്കാളും ചിലവ് കൂടുതലാണ് നിർമ്മാണം കഴിഞ്ഞ് 5-10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലാതെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. ഇനി അതല്ല, നമുക്ക് നിർമ്മാണം കഴിഞ്ഞ് 5-10-20 വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ലീക്കേജ് ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, സ്ട്രക്ചറൽ പ്രശ്നങ്ങളോ ക്രാക്കുകളോ ലീക്കേജുകളോ ഡാമേജുകളോ അങ്ങനെയൊക്കെ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നെങ്കിൽ ഭീമമായ ചെലവ് നമുക്ക് വരും. വാട്ടർ പ്രൂഫിങ്ങിന് വരുന്ന ഒരു ചെലവ് നിർമ്മാണ സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ 30-40 സ്ക്വയർ ഫീറ്റിന് അത്രയും രൂപയിൽ താഴെ മാത്രമേ ചെലവ് വരുള്ളൂ. ഇനി നിർമ്മാണം കഴിഞ്ഞ ഉടനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 കൊല്ലത്തെ ഗ്യാരണ്ടി വേണമെങ്കിൽ 65-70 ആ റേഞ്ചിലുള്ള ഒരു നമുക്ക് ചെലവ് വരും. നിർമ്മാണം കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള വാട്ടർ പ്രൂഫിംഗ് ആണെങ്കിൽ മോർ ദാൻ 60 റുപ്പീസ് എന്തായാലും പെർ സ്ക്വയർ ഫീറ്റ് 10 കൊല്ലം ഗ്യാരണ്ടി ചെയ്യാനായിട്ട് വരും. അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് ആ സർഫസിനെ ആശ്രയിച്ചിരിക്കും.